That is a brilliant delivery to dismiss Sanju Samson, and his disappointing series continues. ഇതല്ല നമ്മൾ കാണാൻ ആഗ്രഹിച്ച സഞ്ജു. ഇന്ത്യ ന്യൂസിലാൻഡ് സീരീസിലെ 5 മത്സരങ്ങളിൽ 4 എണ്ണം ഇപ്പോൾ കഴിഞ്ഞു. 4 മത്സരങ്ങളിൽ നിന്ന് വെറും 40 റൺസാണ് സഞ്ജു അടിച്ചെടുത്തത്. അതിലൊരു കളിയിൽ ഗോൾഡൻ ഡക്ക് ആവുകയും ചെയ്തു. ഈ 4 കളികളിൽ ഏതെങ്കിലും ഒന്നിൽ സഞ്ജു സെഞ്ചുറി അടിച്ചാൽ പോലും ഫെബ്രുവരിയിൽ തുടങ്ങുന്ന T20 വേൾഡ് കപ്പിൽ സഞ്ജു ടീമിൽ ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരം നമുക്ക് പറയാൻ സാധിക്കില്ല. അത്തരമൊരു സാഹചര്യം നിൽക്കെയാണ് സഞ്ജു തൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും മോശം ഫോമിൽ ഇപ്പോൾ ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സഞ്ജു എങ്ങനെയാണ് ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചെത്തിയതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. മികച്ച ഫോമിൽ ബാറ്റ് ചെയ്യുന്ന സഞ്ജുവിനെ മാറ്റിക്കൊണ്ട് വൈസ് ക്യാപ്റ്റനായി ശുഭ്മാൻ ഗിൽ സൗത്ത് ആഫ്രിക്കൻ സീരീസിൽ ഇന്ത്യൻ ടീമിലേക്ക് ജോയിൻ ചെയ്യുന്നു. ഓപ്പണിംഗിൽ ശുഭ്മാൻ ഒരു ഗംഭീര പരാജയമാവുകയും ശുഭ്മാൻ ഗില്ലിന് പരിക്ക് പറ്റിയ മാച്ചിൽ സഞ്ജുവിന് കളിക്കാൻ അവസരം കിട്ടുകയായിരുന്നു. അന്ന് സഞ്ജു തന്റെ കഴിവ് ഒന്നുകൂടെ തെളിയിച്ചു. അതിഗംഭീരമായി ബാറ്റ് ചെയ്തു. അഭിഷേക് ശർമ്മയ്ക്കൊപ്പം ഓപ്പണിംഗിൽ താനാണ് മികച്ചത് എന്ന് സഞ്ജു ഒരിക്കൽ കൂടെ തെളിയിച്ച ഒരു മത്സരമായിരുന്നു അന്ന് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ നടന്നത്. ഇന്നലെ നടന്ന മത്സരത്തിൽ സഞ്ജുവിന് ഫോം തിരിച്ചു പിടിക്കാനുള്ളൊരു മികച്ച അവസരമായിരുന്നു. കാരണം തുടക്കത്തിലെ ഇന്ത്യക്ക് അവരുടെ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ അഭിഷേക് ശർമ്മയെ നഷ്ടപ്പെടുന്നു. ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിനെ നഷ്ടപ്പെടുത്തുന്നു. ഒരു സെഞ്ചുറി നേടി തന്റെ ഫോമിലേക്ക് തിരിച്ചു വരാനുള്ള ഏറ്റവും മികച്ച അവസരം. എല്ലാവരും സഞ്ജു ഒരു മികച്ച ഇന്നിംഗ്സ് പുറത്തെടുക്കുമെന്ന് തന്നെ വിശ്വസിക്കുകയും ചെയ്തു. പക്ഷേ കാണികളെയും മലയാളികളെയും നിരാശപ്പെടുത്തുന്ന ഒരു പ്രകടനമായിരുന്നു ഇന്നലെ സഞ്ജു കാഴ്ചവെച്ചത്. ഫെബ്രുവരിയിൽ വരാനിരിക്കുന്ന T20 ടൂർണമെന്റിലെ ഇന്ത്യൻ ടീമിലേക്ക് സഞ്ജുവിന് തന്റെ സ്ഥാനം ഉറപ്പിക്കാൻ കിട്ടിയ ഒരു മികച്ച അവസരമായിരുന്നു ഈ ന്യൂസിലാൻഡ് സീരീസ്. പക്ഷേ സഞ്ജുവിന്റെ മികച്ച ഇന്നിംഗ്സുകൾ കാണാൻ കാത്തിരുന്നവർക്ക് നിരാശയാണ് ഫലമായി ലഭിച്ചത്. മറുഭാഗത്ത് ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ടീമിലേക്ക് തിരിച്ചെത്തിയ ഇഷാൻ കിഷൻ അതിഗംഭീര പെർഫോമൻസ് ആയിരുന്നു പുറത്തെടുത്തത്. ഇനി സഞ്ജുവിന് ബാക്കിയുള്ളത് സഞ്ജുവിന്റെ സ്വന്തം ഗ്രൗണ്ടിൽ നമ്മുടെ കേരളത്തിലെ തിരുവനന്തപുരത്തിലെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന അവസാന T20 മത്സരമാണ്. അതിൽ സഞ്ജു ഒരു ഫോമിലേക്ക് തിരിച്ചു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി സഞ്ജു ഒരു ഫോമിലേക്ക് തിരിച്ചു വന്നാലും വരാനിരിക്കുന്ന വേൾഡ് കപ്പ് ടീമിൽ സഞ്ജുവിനെ ഒഴിവാക്കിയാൽ അതിന് നമുക്ക് ആരെയും കുറ്റം പോലും പറയാൻ പറ്റാത്ത അവസ്ഥയിലാണുള്ളത്.